ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ രജനി ഗോപാൽ. എങ്ങനെയാണ് കരിയർ സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ മാനദണ്ഡങ്ങളായിട്ട് നോക്കേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കരിയർ സെലക്ഷൻ വ്യൂ പോയിന്റ്സിൽ നോക്കുമ്പോൾ സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡും +2വുമാണ്. 10th സ്റ്റാൻഡേർഡിൽ ബേസിക്കലി നമ്മൾ ആ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് സ്ട്രീമാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നതിന് നിർണ്ണയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സയൻസ് സ്ട്രീം ആണോ, മാത്സ് സ്ട്രീം ആണോ, അല്ലെങ്കിൽ ആർട്സ് ബേസ്ഡ് ആണോ, കൊമേഴ്സ് ആണോ എന്നൊക്കെ നമ്മളുടെ സ്ട്രീം സെലക്ഷനാണ് ബേസിക്കലി 10th സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നാട്ടുകാരും എല്ലാം 10th അമിത പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കും, 10th നല്ല സ്കോർ കിട്ടും. പക്ഷെ +2ന് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് റിലാക്സിങ് മോഡൊക്കെ ആവും. മാത്രം സ്ട്രഗിൾ 10th ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഉഴപ്പാനുള്ള സാധ്യത +2ൽ കൂടുതലുമാണ്. +2ൻ്റെ മാർക്കാണ് ആക്ച്വലി ഒരാളുടെ കരിയർ സെലക്ഷന് ബേസ് ആവുന്നത്. കാരണം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ്. കാരണം +2 പാസ്സായി കഴിഞ്ഞാൽ ആരും 10th സ്റ്റാൻഡേർഡിൽ മാർക്ക് ചോദിക്കാറില്ല. പലപ്പോഴും +2ൻ്റെ മാർക്ക് തന്നെ ബേസ് ചെയ്യാറുള്ളൂ. പലപ്പോഴും കുട്ടികൾ +2ൻ്റെ ഒപ്പം തന്നെ എൻട്രൻസ് എക്സാമിനുള്ള പ്രിപ്പറേഷനും കോച്ചിങ്ങും ഒക്കെ നടത്താറുണ്ട്. പല കുട്ടികൾക്കും അത് ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റാറില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കുട്ടികൾ എൻട്രൻസ് എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് പ്രിപ്പറേഷൻ നടത്തിയിട്ട് +2ന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മാർക്ക് താഴോട്ട് പോകും. അപ്പോൾ അത് പിന്നെയും അത് സെലക്ഷൻ പ്രോസസ്സിന് പ്രോബ്ലം ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭാരമായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ +2നും ഫോക്കസ് ചെയ്യുക. പിന്നെ എൻട്രൻസ് വീണ്ടും എഴുതാമല്ലോ, അങ്ങനെ ഒരു അപ്രോച്ചിലേക്കും പോവാം. ഇനി കരിയർ സെലക്ഷനിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഈസി ആയിട്ട് തോന്നുന്നത്, എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്, ഇത് കുറച്ചും കൂടെ പാഷനേറ്റ് ആയിട്ടൊക്കെ തോന്നുന്നത്, കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക, ഈ സബ്ജക്റ്റുകളാണെന്ന് നോക്കുക. അപ്പോൾ അതിനകത്തേക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സ്ട്രീമിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേ സ്ട്രീമിലുള്ള, ഇപ്പോൾ സയൻസ് ഇഷ്ടമുള്ള, സയൻസ് വളരെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് സ്ട്രീമിലേക്കാണ് ഉള്ളൊരു പ്രൊഫഷനാണ് നമ്മൾ താല്പര്യപ്പെടുന്നതെങ്കിൽ സയൻസിലേക്ക് തന്നെ പോകാൻ നോക്കുക. ഇപ്പോൾ ചില കുട്ടികൾക്ക് ആർട്സ് പഠിക്കാനായിരിക്കും താല്പര്യം, പക്ഷെ പേരൻസ് പറയും അതിന് വലിയ സ്കോപ്പൊന്നുമില്ല, അത് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല, നിങ്ങൾ സയൻസ് സ്ട്രീമിൽ പോകും, മാത്സ് ബേസ്ഡ് ഒക്കെ എടുത്തു കൊടുക്കും. ചിലപ്പോൾ കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഏറ്റവും മാർക്ക് കുറവ് കിട്ടുന്ന, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു സബ്ജക്റ്റ് ആയിരിക്കും മാത്സ് എന്ന് പറയുന്നത്. മാത്സ് സ്ട്രീമിലേക്ക് പോകുമ്പോൾ കൂടുതൽ പ്രോബ്ലം ആവും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കൂടുതൽ ഡിഫിക്കൽട്ടി വരികയും അത് സക്സസ് ആവാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഓരോ ലെവലും മുന്നോട്ട് പോകും തോറും ഓരോ ലെവൽ കൂടുതൽ പഠിക്കുന്നതനുസരിച്ചിട്ട് സബ്ജക്റ്റിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും മനസ്സിൽ വെക്കുക. അപ്പോൾ ഒന്ന്, നമ്മൾക്ക് സെലക്ഷൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, പാഷനേറ്റ് ആയിട്ട്, നമുക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എന്താണ്, ഏത് പ്രൊഫഷനാണ്, എന്ത് ആണ്, സബ്ജക്റ്റ് ആണ്, പ്രൊഫഷൻ ആണെന്നുള്ള രീതിയിൽ ആലോചിച്ച് നോക്കുക. ഒരു നിമിഷം കണ്ണടിച്ചിരുന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഏത് രീതിയിലാണ് ഭാവിയിലേക്ക് കാണുവാൻ ആഗ്രഹിക്കുന്നതെന്ന്. കാരണം കരിയർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 65 ഇയേഴ്സ് വരെയും അല്ലെങ്കിൽ ഒരു 55 ഇയർ ഓൾഡ് വരെയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ജോലിയാണ്, എല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ അത് എക്സൈറ്റ്മെൻ്റ് അല്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരും, സക്സസ് ആവാതെ പോവുകയും ചെയ്യും. അപ്പോൾ പലർക്കും പറയാറുണ്ട്, ഓക്കെ എനിക്ക് ടീച്ചർ ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെ പല കരിയറും പറയാറുണ്ട്. സെക്കൻഡ് നമ്മൾ നോക്കേണ്ടത് ഈ കരിയറിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ്, അട്രിബ്യൂട്ട്സ് നമ്മൾക്കുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ ബിസിനസ്സിൽ താല്പര്യമുള്ള ആൾക്കാർ, അങ്ങനെ ഒരു പ്രോസ്പെക്റ്റീവാണ് കുട്ടി നോക്കുന്നതെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടോ, അതുപോലെ തന്നെ ആളുകളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ വളരെ ഷൈ ആയിട്ടുള്ളൊരു കുട്ടിക്ക്
ബിസിനസ് റിലേറ്റഡ് കരിയറിനകത്ത് ശോഭിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഓരോ പ്രൊഫഷനും റിക്വയർഡ് ആയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ആവശ്യമാണ്. ആ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടോ എന്ന്, കാലിബർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് അത്യാവശ്യം തന്നെയാണ്. ഇനി അപ്പോൾ നമുക്ക് പാഷനേറ്റ് ആയിട്ട് തോന്നിയത്, അതുപോലെ നമ്മൾ അതിനെ കാലിബർ ഉണ്ടോ എന്ന് നോക്കുക, അട്രിബ്യൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കുക, നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് ഒത്തുപോകുന്നുണ്ടോ, നമ്മുടെ വാല്യൂ സിസ്റ്റമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കുക. വേറെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഫഷൻ്റെ പ്രോസ്പെക്റ്റീവ് എന്താണെന്ന് ആലോചിക്കുക. ഇപ്പോൾ എയുടെ കാലമാണ്. പല പ്രൊഫഷൻസും അനദർ 5 years 10 years ചിലപ്പോൾ നിന്നു പോവാം. അപ്പോൾ അതുകൊണ്ട് ലോങ് ടേമിലുള്ള ഒരു പ്രോസ്പെക്റ്റീവും നമ്മൾ കാണേണ്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്ഷൻസ് ഇടുക എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ നമ്പർ 1, ഓപ്ഷൻ നമ്പർ 2, ഓപ്ഷൻ നമ്പർ 3, അങ്ങനെ നമ്മുടെ പ്രൊഫഷൻസ് നമ്മൾ ഹയറാർക്കി കൊണ്ടുവരിക. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഓക്കെ, ഡോക്ടർ ആയില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്, അത് കിട്ടിയില്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ എന്താണ്, ഫോർത്ത് ഓപ്ഷൻ ആണ്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. കാരണം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ആളുകളോടാണ്. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും അതിനകത്തൊരു ചാൻസ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ, പല പ്രാവശ്യം എഴുതി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പ്രായോഗികമായിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടൈമും ഇയേഴ്സും ഒന്നും വേസ്റ്റ് ആവില്ല അധികം. അപ്പോൾ എപ്പോഴും നമ്മൾ, പല കുട്ടികൾക്കും പ്രോബ്ലം വരുന്നത് അങ്ങനെയാണ്. അവർ ഒരു കരിയറിൽ മാത്രം, ഒരു പ്രൊഫഷണൽ ചോയ്സ് മാത്രം വെച്ച് ഫോക്കസ് ആയിട്ട് അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർക്ക് അറിയില്ല എന്ത് ചെയ്യണം. വേറൊരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനെ കുറിച്ച് അവർ ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വേറൊരു ഓപ്ഷനിൽ അവരെ മനസ്സ് പ്രതിഷ്ഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. വേറൊരു പ്രൊഫഷനിൽ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വന്നാൽ അവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം വരും. ഇനി ഏത് പ്രൊഫഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണുക. അപ്പോൾ നിങ്ങളുടെ എബിലിറ്റീസ് അനുസരിച്ചിട്ട് ഏത് കരിയർ ചൂസ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ അവർക്ക് നൽകാനായിട്ട്, അവർക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ആളുകളെയും അപ്രോച്ച് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മീ. See you in next video. Thank you. Please subscribe to my channel. Thank you.